സംസ്ഥാനത്ത് മുങ്ങിമരണങ്ങളും ജലാശയത്തിൽ വീണുള്ള അപകടങ്ങളും പതിവ് വാർത്തയാവുകയാണ്. ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. അപകടത്തിൽപ്പെടുമ്പോൾ നീന്തൽ അറിയാത്തതിനാൽ മുങ്ങിമരിക്കുന്നവരാണ് ഏറെ. എന്നിട്ടും നമ്മളിൽ എത്ര പേർക്ക് നീന്തൽ അറിയാം? നമ്മൾ എത്ര പേർ നമ്മുടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. മുക്കം നഗരസഭയുടെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേരാണ് നമ്മൾ ഈ പരിപാടിക്ക് കൊടുത്തിരിക്കുന്നതും തെരഞ്ഞെടുത്തിരിക്കുന്നതും, നീന്തി വാ മക്കളെ. നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരണവുമായി ചേരുന്നു സ്വിം തരൂർ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച PP സുമോദ് MLA, ഒപ്പം റംല മനാഫ് നീന്തൽ പരിശീലകയാണ്. റംല അമ്മയ്ക്കൊപ്പം ചേരുന്നത് റന ഫാത്തിമ, കുഞ്ഞുമിടുക്കിയാണ്. റന മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ അംബാസഡറാണ്. അതാണ് ആ കുഞ്ഞു മിടുക്കി. ഒപ്പം നമുക്കൊപ്പം ചേരുന്ന സാദിഖ് മലപ്പുറംകാരനാണ്. സാദിഖ് ഇത്തരത്തിലൊരു അപകടവുമായി ബന്ധപ്പെട്ട് അടുത്ത് നിന്ന ആളാണ്. സാദിഖിന് അറിയാവുന്ന ഒരു കുടുംബത്തിൽ ഉള്ള 2 പേർ, ഇങ്ങനെ അമ്മയും കുഞ്ഞും ഇത്തരത്തിൽ അപകടത്തിൽ നീന്തൽ അറിയാതെ മരിച്ചുപോയ ഒരാൾ സാദിഖിന് അറിയാവുന്ന അടുത്ത കുടുംബത്തിലുള്ള ആളാണ്. അപ്പോൾ സാദിഖിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കണം. ഞാൻ ആദ്യം MLAയിലേക്ക് പോവുകയാണ്. MLA, നിങ്ങളുടെ തരൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ആ പദ്ധതി സ്വിം തരൂർ, അത് വലിയ ചർച്ചയായിരുന്നു, എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. എങ്ങനെ പോകുന്നു ആ പദ്ധതി? പ്രത്യേകിച്ച് ഈ വേനലവധിക്കാലത്താണ് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കാറ്. കുട്ടികൾ വലിയ ആത്മവിശ്വാസത്തിൽ ഇത്തരത്തിലുള്ള നീന്തൽ അറിയാമെങ്കിലും സുഹൃത്തുക്കൾക്കറിയാമെന്ന ഉറപ്പിലുമൊക്കെ ഈ വെള്ളത്തിലേക്കൊക്കെ എടുത്ത് ചാടുന്നത്. എങ്ങനെ പോകുന്നു പദ്ധതി? പദ്ധതി ഇപ്പോൾ 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സൗജന്യമായും ശാസ്ത്രീയമായും നീന്തൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിക്കുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നീന്തൽ അറിയാത്ത കുട്ടികളുടെ മൃതശരീരം കാണാനിടയായ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വലിയ സ്വീകാര്യത വന്നു. നിലവിൽ 680 കുട്ടികൾക്ക് നീന്തൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പഠിപ്പിച്ചു കൊടുത്തു. ഈ മധ്യവേനൽ അവധിയിൽ സൗജന്യമായി അത് കുട്ടികളെ ക്ഷണിച്ച് അതിനാവശ്യമായ രൂപത്തിൽ എൻട്രി വാങ്ങി വളരെ കൃത്യമായി 1 മാസക്കാലം നീന്തൽ പരിശീലനം നടത്താറുണ്ട്. ഇന്നലെയാണ് 3ാമത് ബാച്ചിന്റെ പരിശീലനം പൂർത്തീകരിച്ചത്. ഇപ്പോൾ തരൂർ മണ്ഡലത്തിന്റെ ഒരു പഞ്ചായത്തായ തരൂർ പഞ്ചായത്തിൽ ആ പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇത് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടേണ്ടതും നീന്തൽ അനിവാര്യതയാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ആകെ നയിക്കേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. അതെ, MLA, താങ്കൾ പറഞ്ഞതുപോലെ ഈ 3ാമത്തെ ബാച്ചാണ് ഇപ്പോൾ നീന്തൽ പഠിച്ചിറങ്ങിയത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനി അടുത്ത സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പം കൂടുതൽ കുഞ്ഞുങ്ങൾ കേട്ടറിഞ്ഞ് വരുന്നുണ്ടല്ലേ? ഉണ്ട്. കൂടുതൽ കുട്ടികൾ വന്നതിന്റെ ഭാഗമായി ഇപ്പോ എന്റെ മണ്ഡലത്തിൽ 3 പഞ്ചായത്തുകളിൽ സ്വിം തരൂർ പദ്ധതി നടപ്പിലാക്കി. ഇനി 2 വർഷത്തിനുള്ളിൽ ഒരു 1000-ലേറെ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള പദ്ധതിയായി ഇത് വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത് എല്ലാ പഞ്ചായത്തുകളും പ്രത്യേകമായി പ്ലാനിൽ ഫണ്ട് നീക്കിവെച്ച് കേരളത്തിലാകെ ഇതൊരു പദ്ധതിയായി മാറ്റിയെടുക്കണം എന്നതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ സാദിഖിലേക്കൊന്ന് പോവുകയാണ്. സാദിഖ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാദിഖ് അത്തരത്തിലൊരു അപകടവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു മരണം സംഭവിച്ച സാദിഖിന്റെ സുഹൃത്താണോ? ആ വിഷയത്തെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ആ അപകടം സംഭവിച്ചത്? 2 പേർ മരിച്ചു എന്നാണ് പറഞ്ഞത്? ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരം ഞാൻ നേരുന്നു. അതുപോലെ തന്നെ നമസ്കാരം തന്നെ. ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത 2 അനുഭവങ്ങളാണ്. എന്നും എന്നെ അത് ഒരുപാട് വിഷമിച്ച സംഭവമാണ്. ഒന്ന്, എന്റെ LP കാലഘട്ടത്തിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന, ഞങ്ങളുടെ കൂടെ കളിച്ചിരുന്ന ഒരാളെ പേര് ഞാൻ പറയുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ടാണ്. കാരണം അതുപോലെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാണ് 2 പേര്. അങ്ങനെ കുട്ടികളെ കുളം കാണുന്ന സമയത്ത് അവർ ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ കുട്ടി കാല് വഴുതിക്കൊണ്ട് കുട്ടി നേരെ വെള്ളത്തിലേക്ക് വീണു, മുങ്ങി. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ആകെ എല്ലാം കണ്ട് ഭയന്ന് അവിടുന്ന് ഓടി. ഒരുപക്ഷെ ആ കുട്ടികൾ അപ്പുറത്തെ അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരോട് ഒരുപക്ഷെ പറഞ്ഞിരുന്ന് രക്ഷിക്കാമായിരുന്നു. പക്ഷെ കുട്ടികളാകെ ഭയന്ന് അവിടുന്ന് ഓടി. അങ്ങനെ കുറെ സമയത്തിന് ശേഷമാണ് ഈ കുട്ടികളുടെ ഈ ഒരു ആകെയുള്ള ഒരു ഭയം കണ്ട് ടീച്ചേഴ്സ് ചോദിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ തന്നെ അറിയുന്നത്. നോക്കുന്ന സമയത്ത് ഈ കുട്ടി മരിച്ചിട്ടായിരുന്നു. നമ്മൾ ഒരുപാട് വിഷമിച്ച ഒരു സംഭവമാണ്. അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന മറ്റൊരു അനുഭവം, നമ്മളുടെ
സുഹൃത്തായ സുഹൃത്തിന്റെ വീട്ടിൽ നടന്നൊരു അനുഭവമാണ്. അവരുടെ വീടിനടുത്തൊരു പുഴയാണ്. അങ്ങനെ ഈ പുഴയിലേക്ക് ഇവര് വെക്കേഷൻ സമയത്ത് പോയതാണ്. അങ്ങനെ ഉമ്മയും കുട്ടിയും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടി ഒരു ഇതുപോലെ തന്നെ വഴുതി വെള്ളത്തിലേക്ക് വീണു. ആ വെള്ളത്തിലേക്ക് വീണ സമയത്ത് സ്വാഭാവികമായിട്ടും അമ്മയാണല്ലോ കുട്ടിയുടെ എല്ലാം, അമ്മയും കൂടെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി. പക്ഷെ രണ്ടുപേരും വലിയൊരു വിഷമത്തിലേക്കായിരുന്നു പോയത്. ആ ഒരു കുടുംബത്തെ തന്നെ, വലിയൊരു നടക്കുന്ന നാടിനെ തന്നെ, അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ വിഷമമായ ഒരു സംഭവമാണ് ആ നടന്ന സംഭവം. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് തന്നെയാണ് ഞാൻ എന്നും കണക്കാക്കുന്നത്, ഇനി എന്നും കണക്കാക്കേണ്ടി വരിക. ഇതിനൊക്കെ കാരണം അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു നീന്തലിന്റെ ഫെസിലിറ്റീസ് അവർക്ക് കിട്ടിയിട്ടില്ല എന്നത് മാത്രമാണ് ഇതിനൊക്കെ കാരണം. വലിയൊരു സമൂഹത്തിൽ ഇനി ഒരുപാട് പേരുകൾക്ക് കിട്ടാത്ത വിഷമങ്ങളൊക്കെ ഉണ്ട്. അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വലിയ വലിയ ആളുകളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കുന്നത്. നീന്തല് അറിയാത്തൊരു വിഷയം മാത്രമാണ് ഇതിനൊക്കെ കാര്യമായിട്ട് ഉണ്ടായിരുന്ന അന്നത്തെ ഒരു വിഷയം. ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയുന്നുണ്ടെങ്കിൽ സ്കൂളുകളിലൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് നൽകുന്ന പോലെ എഡ്യൂക്കേഷനിൽ ഇപ്പൊ MLA സാറൊക്കെ ഇതിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മുൻഗണനയിൽ മുന്നിട്ടുകൊണ്ട് സ്കൂളുകളിലൊക്കെ ഒരു നീന്തൽ പഠിക്കാനുള്ള പാഠ്യപദ്ധതി ആയിട്ട് തന്നെ നീന്തലിന്റെ ഫെസിലിറ്റീസ് കൂടെ അവർ കൂട്ടുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് അപകടങ്ങൾക്കൊക്കെ ഒരു അറുതി നമുക്ക് വരുത്താൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. ശരി സാദിഖ്, ഞാൻ സാദിഖിലേക്ക് വരാം. സാദിഖിന്റെ രണ്ട് അനുഭവങ്ങളാണ്, അത് രണ്ടും ഈ നീന്തൽ അറിയാത്തത് കൊണ്ട് അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായ ആളുകളെ കുറിച്ചായിരുന്നു. ഞാൻ ഇനി റംല മനാഫിലേക്ക് പോവുകയാണ്. റംല അമ്മ, നമസ്കാരം. ആ, മടിയിലൊരാളുണ്ടല്ലോ, ഒരു കുഞ്ഞ് ഹീറോ ഉണ്ട്, റന ഫാത്തിമ. റന മുക്കം നഗരസഭയുടെ നീന്തിവ മക്കളെ പദ്ധതിയുടെ അംബാസഡർ ആണ് ആ ഇരിക്കുന്ന ആള്, കുഞ്ഞു വാവ. ഹലോ റന. നീന്തലൊക്കെ അറിയോ റനയ്ക്ക്? നീന്താൻ അറിയോ? എത്ര വയസ്സായി റനയ്ക്ക്? 6 വയസ്സേ ആയിട്ടുള്ളൂ. ആന്റിക്ക് നീന്തൽ അറിയില്ല കേട്ടോ. ആന്റി നീന്തൽ പഠിക്കണം എന്ന് വിചാരിക്കുന്നു. ഉമ്മയാണോ പഠിപ്പിച്ചത് മോളെ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഓള് ചെറുപ്പത്തിലെ മോള് എന്റെ കൂടെ വന്നാണ്ട് ചെറുപ്പത്തിലെ നീന്തി വരാനും ഇതിനൊക്കെ ഉസാറായി. അപ്പൊ മോനെ ഞാൻ കാണിച്ചു കൊടുത്ത്. അപ്പൊ മോനെ വന്നുകാണ്ട് ഫോട്ടോ എടുത്താണ്ട് നല്ല നീന്തും. ഇപ്പൊ നല്ല ഒഴുക്ക് വെള്ളമായി, ഇതുവരെ വെള്ളം കുറവേനി, ഇപ്പൊ നല്ല വെള്ളത്തില് നല്ല നീന്തുന്നു. അപ്പൊ എന്തോ ഒരു അപകടം നടക്കണത്, എന്തോ ഒരു അപകടം. ഓളെ ഒരു പേടിയില്ല. ഓള് ഞാൻ കുടിച്ചാനിറങ്ങുമ്പോ കൊണ്ടുപോകും. അതേമാതിരി ഒരു കുളമൊക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു, സ്കൂളിൽ പറഞ്ഞു. ഞാനും ഇല്ല മക്കൾക്ക് നല്ല നീന്തൽക്കാരിയാ. ഞാൻ കൊടുത്തതാണ്. എന്തോരം അപകടം നടക്കുന്നു. ഇപ്പൊ കക്കാടംപൊയിലായാലും അവിടെ എല്ലാ സ്ഥലത്തും ഇപ്പൊ വലിയ വലിയ ചെക്കന്മാരാ പോണത്. അതും 20-25 വയസ്സായ കോളേജ് പഠിച്ച മക്കളാ ഇപ്പൊ മരിച്ചത്. എന്താ എന്തെങ്കിലും ഇത് ആക്കി വിട്ടാലേ, കുളമൊക്കെ ആക്കി വിട്ടാൽ ചെറിയ മക്കൾക്ക്, ഇപ്പോഴത്തെ മക്കൾക്ക് ഇനി പണ്ടത്തെ മക്കളല്ലല്ലോ, ഇപ്പോഴത്തെ മക്കള് ഭയങ്കര പൊട്ടിത്തെറുപ്പല്ല. അവർക്ക് ഒരു നീന്തൽ മത്സരമൊക്കെ ആക്കി വിട്ടാല്, കുളം ഉണ്ടാക്കി വിട്ടാല്. അങ്ങനെ റന ഒരു ആവശ്യം നവകേരള സദസ്സിൽ ഉന്നയിച്ചിരുന്നു അല്ലേ? റന മന്ത്രിമാരെ കണ്ട് പറഞ്ഞു ഞങ്ങക്ക് നീന്താൻ കുളം വേണം എന്ന്. മുക്കത്തുനിന്ന് നീന്തിവാ മക്കളെ നീന്തി കുളം വേണമെന്ന് പറഞ്ഞു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ നീന്തുന്ന എവിടെയാണ്? റനക്കുട്ടി എവിടെ നീന്തുന്നേ? ഇപ്പോൾ എടുത്ത് പോയുണ്ട്. നല്ല ഒഴിക്കാ, മലയെന്ന് കുത്തി അടിച്ചു വരുന്ന ഒഴിക്കാം. നല്ല ഒഴിക്കില്ല. അല്ല, ഉമ്മ വീട്ടിലെ കുഞ്ഞുങ്ങളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളോ? നല്ല കൂളത്ത് പോകും, നല്ല മറിഞ്ഞു ചാടുള്ളൂ. ഉമ്മയോട് ഞാൻ ചോദിക്കായിരുന്നു, ഉമ്മയുടെ കുഞ്ഞുമക്കളെ മാത്രമേ പഠിപ്പിക്കുള്ളൂ അതോ വെളിയിലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ നീന്തല്? എല്ലാരും പഠിപ്പിച്ചു, എല്ലാരും പഠിപ്പിച്ചു തരാം. ഉമ്മയുടെ അടുത്തോട്ട് വന്നാ മതി അല്ലെ, എല്ലാരെയും പഠിപ്പിക്കും. ഓ, നല്ല ഉസാറായിട്ട് പഠിപ്പിച്ചു തരാം. ഈ നഗരസഭയുടെ പദ്ധതി ഇപ്പൊ എങ്ങനെ പോകുന്നു? നീന്തിവാ മക്കളെ പദ്ധതി എങ്ങനെ പോകുന്നു? പഠിക്കണ്ടോ കുട്ടികള്? ഉസാറായിട്ട് പോകുന്നുണ്ട്. കുട്ടികളുണ്ട് ഇപ്പൊ? ഓ, എല്ലാരും വരുന്നുണ്ട്. ഓളെ സ്വീകരണമുണ്ട്, എല്ലായിടത്തും സ്വീകരണം ഉണ്ട്. ശരി, ഞാൻ വരാം. ഞാൻ MLAയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. MLA, നേരത്തെ സാദിഖ് പറഞ്ഞ പോലെ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക നീന്തൽ എന്നുള്ള അത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? നമ്മൾ അത് സംസാരിക്കേണ്ട അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ട സമയം കടന്നു പോയില്ലേ ഒരുപാട്? അതായത് ഇതിന്റെ പ്രശ്നം ഈ കരക്കൽ നിന്ന് നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമ്പോൾ തന്നെ പ്രായോഗികമായി നീന്തൽ കുളങ്ങൾ കണ്ടെത്തി
വിദ്യാർത്ഥികളെ അവിടേക്ക് കൊണ്ടുവരിക എന്നത് പ്രധാനമാണ്. അപ്പൊ അതിന് സ്വാഭാവികമായും സ്കൂൾ സിലബസും വേണം. അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ ഇപ്പോ മുക്കം നഗരസഭ ഉൾപ്പെടെ മാതൃക കാട്ടിയതുപോലെ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് പ്രത്യേകമായി, അല്ലെങ്കിൽ നഗരസഭ അതോടൊപ്പം തന്നെ മറ്റു കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ത്രിതല സംവിധാനങ്ങളാകെ പ്രത്യേകമായി പദ്ധതി വെച്ച്, ഇത് നമ്മുടെ ശീലത്തിൽ വന്ന മാറ്റം പ്രധാനമാണ്. ഇപ്പം 90കൾ വരെ നമ്മുടെ വീട്ടിലെ അമ്മമാർ ഉമ്മമാരെല്ലാം കുളിച്ചിരുന്നത് കുളങ്ങളിലാണ്. എന്നാൽ കഴിഞ്ഞൊരു 20-25 വർഷമായി കുളിമുറിയിലേക്ക് കുളിശീലം മാറി. അപ്പൊ ഞാൻ 40 വയസ്സാണ്, ഞാൻ നീന്തൽ പഠിച്ച എന്റെ അമ്മയോടൊപ്പം കുളത്തിൽ നിന്നാണ്. എന്നാൽ പുതിയ കാലത്ത് ഇത്തരം ശീലങ്ങളിൽ മാറ്റം വന്നു. കുളിമുറികളിലേക്ക് കുളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതിന്റെ ഭാഗമായി കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നീന്തൽ കുളങ്ങളെ സജീവമാക്കുക, അതിന് വിദ്യാഭ്യാസ വകുപ്പ് പോലെ തന്നെ പ്രധാനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകമായ പദ്ധതി വെച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു പഞ്ചായത്തിൽ 3-4 പ്രത്യേകമായ കുളങ്ങൾ കണ്ടെത്തി വളരെ ശാസ്ത്രീയമായി പ്രത്യേകമായി സൗജന്യമായ ഒരു പദ്ധതി എന്ന നിലയിൽ ഇത് ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കുക എന്നത് പ്രധാനമാണ്. ഈ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സഭയിൽ ഉന്നയിക്കുകയോ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് താങ്കളുടെ അവിടെ നടപ്പിലാക്കി, താങ്കളുടെ മണ്ഡലത്തിൽ അത് നടപ്പിലാക്കി വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള എന്താണ് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ വാഹനാപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് മുങ്ങിമരണങ്ങളാണ്. ഇപ്പോ ഈ ചോദ്യത്തിന്റെ ഭാഗമായി നിയമസഭയിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ നേരത്തെ MLA ആയിരിക്കുന്ന വേളയിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചർച്ചയിൽ ഈ പറയുന്നത് പോലെ സിം തരൂർ എങ്ങനെ ഹെൽത്തി തരൂരിനെ പോലെ തന്നെ സിം തരൂർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത സഭക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇനിയിപ്പോ ജൂൺ 10-ാം തീയതി നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ ആവശ്യമായ ഡിബേറ്റിലോ അല്ലെങ്കിൽ ചർച്ചകളിലോ എനിക്ക് സാധ്യമാകുന്ന ഘട്ടങ്ങളിലെല്ലാം ഇത് പ്രത്യേകമായ വിഷയമായി നിയമസഭക്കകത്ത് ഉൾപ്പെടെ കൊണ്ടുവരാൻ ആവശ്യമായ മുൻകൈ എന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഓക്കെ, സാദിഖിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പോകാം. സാദിഖ്, ഇത്തരത്തിൽ 2 അനുഭവങ്ങൾ ഇതുപോലെ ഒരുപാട് പേരുണ്ടാകും. സാദിഖ് അവരുടെയൊക്കെ പ്രതിനിധിയാണ്. ഈ 2 അപകടങ്ങൾ ഇങ്ങനെ കണ്ടു, അതും 2-3 പേരുടെ ജീവൻ നഷ്ടമായ അപകടങ്ങളായിരുന്നല്ലോ. അതിനുശേഷം സാദിഖിന്റേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നീന്തൽ പഠിക്കാൻ വിടുകയോ കുടുംബത്തിലുള്ള കുട്ടികളെ നീന്തൽ പറയാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ചോദിച്ചത്. MLA പറഞ്ഞത് വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ ആ വാക്കുകൾ ഏറ്റെടുത്ത് ഞാൻ അതിൽ ചെറിയൊരു തിരുത്തു വരുത്തുകയാണ്. കാരണം MLA പറഞ്ഞ പോലെ നമ്മളൊരു ഒരുപാട് കുളങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ നമ്മൾക്ക് ടർഫുകൾ, അതുപോലെ തന്നെ ടർഫിനടുത്ത് പൂളുകളൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലെ മഹലിന്റെ ഒരു സ്ഥാപനം, പ്രൈവറ്റ് സ്ഥാപനം, അൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ, ആ സ്കൂളിന്റെ മാനേജ്മെന്റ് ഭാരവാഹി കൂടിയാണ്. ഞങ്ങൾ ഈ വർഷം മുതൽ പാഠ്യപദ്ധതിയുടെ വികസനത്തിന് വേണ്ടി ഈ വർഷം കൊണ്ടുവന്ന ഒരു രീതിയാണ് ഇതുപോലെ തന്നെ സ്വിമ്മിങ് അറിയാത്ത കുട്ടികളെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പൂളുകൾ, ഈ ടർഫിലേക്ക് നമ്മൾ ഓൾറെഡി കുട്ടികളെ സ്പോർട്സ് ഐറ്റംസിന് കൊണ്ടുപോകാറുണ്ട്. അതിനോട് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ആയിട്ട് അതിനോട് ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഒരു പൂളുകളിലേക്ക് കൊണ്ടുപോയിട്ട്, ഇപ്പോ കുളത്തിലൊക്കെ ഒരു പക്ഷേ MLA പറഞ്ഞ പോലെ തന്നെ നീന്തൽ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ആഴങ്ങളായിരിക്കും. ഈ പൂളുകളൊക്കെ ആകുമ്പോൾ കറക്റ്റ് അതിന്റെ ഡിസ്റ്റൻസും അതിന്റെ സൈസും ലെവലൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ പ്രായം കുറഞ്ഞ ആളുകൾക്ക് നിൽക്കാൻ പറ്റിയ രീതിയിലും അതുപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം മൊത്തത്തില് നമുക്ക് സേഫ്റ്റിയാണ് പൂളുകൾ ഇപ്പം നമ്മൾ പോയി ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ പൂളിലേക്ക് ഒരു സബ്ജക്ട് തന്നെ നമ്മൾ വിഷയമാക്കിയിട്ട്, നമ്മളൊരു സബ്ജക്ട് ആക്കിയിട്ട് കുട്ടികളെ അങ്ങോട്ട് മാറ്റാനുള്ളൊരു പ്ലാനും കൂടി നമ്മൾ ഇതിന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു പക്ഷെ നീന്തൽ വലിയ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ മാഡത്തിന്റെ പറഞ്ഞു നീന്തല് എനിക്ക് വലിയ വശമില്ല എന്ന് പറഞ്ഞു, സത്യമല്ലേ? തീർച്ചയായിട്ടും. അതെ, ഞാൻ പറഞ്ഞത് വെച്ചാല് അത് നമുക്ക് ആ ഒരു കിട്ടേണ്ട പ്രായത്തിൽ ബേസിക് ആയിട്ട് ആ സമയത്ത് തന്നെ കിട്ടിയാല് LP കാലഘട്ടത്തിലൊക്കെ നമ്മൾ നമുക്ക് എന്തെങ്കിലും ധൈര്യമായിരിക്കുമല്ലോ. പിന്നീട് നമ്മൾ വലുതാകും തോറും നമുക്ക് അതിനെ കുറിച്ച് അത് ഒന്നെങ്കിലും നീന്തുന്ന ആളുകൾക്ക് ഏറ്റവും സിമ്പിൾ ആയിരിക്കും നീന്തൽ. പക്ഷെ നീന്തൽ അറിയാത്ത ആളുകൾക്ക് അതിന് അപ്പുറത്തേക്ക് മരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കാറ്. നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി മെച്യൂരിറ്റി കൂടുമ്പോൾ ഒന്നുകൂടി നമ്മൾ ചിന്തകൾ കൂട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോ ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറി കൂടി, ഒരു കഥ കൂടി പറയാണ്. നമ്മള് ഒരു വക്കത്ത് തോണിയിൽ യാത്ര ചെയ്യാൻ വന്ന കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികള് കടത്തുകാരനോട് ചോദിച്ചു,
നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ എന്ന് ചോദിച്ചു. കുട്ടികൾ ഇങ്ങനെ ഒരുപാട് സബ്ജക്ട് ഓറിയന്റഡ് ടോപ്പിക്കുകൾ ചോദിച്ചു. ഇതൊന്നും തുഴക്കാരന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇവരൊക്കെ തുഴക്കാരനെ പുച്ഛിച്ച് കുറെ മുമ്പോട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നല്ല കോളും കാറും ഒക്കെ കാറ്റും ഇതൊക്കെ വന്നപ്പോ തുഴക്കാർ അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ നീന്താൻ അറിയോന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു ഇല്ലാന്ന്. അപ്പൊ അതിനേക്കാളും ആവശ്യം ഇപ്പൊ ഇവിടെ നമുക്ക് നീന്തലാണ് എന്നൊരു കഥ എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നു. ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അതൊരു പാഠ്യപദ്ധതി ആക്കാൻ ഇതുപോലെ മുതിർന്ന ആളുകളെ നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡന്റ് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് ഈ മുങ്ങിയ മരണങ്ങളും. ഒരുപാട് എന്നെ പോലെ ഇതിനും വലിയ അനുഭവങ്ങൾ പറയാൻ 1000 ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ പ്രതിനിധിയായിട്ട് ഞാൻ ഈ വിഷയം ഉന്നത ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഡെസ്കിലൂടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സംരംഭത്തിന് എന്തായാലും ആശംസകൾ നേരുകയാണ് ഞങ്ങൾ ന്യൂസ് 18ന്റെ വക ആശംസകൾ. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. റംല ഉമ്മയോടാണ് ഇനി എൻ്റെ ചോദ്യം. ഉമ്മ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ കുട്ടികളൊന്നും അല്ലല്ലോ ഇപ്പോൾ നീന്തൽ അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒരു വെള്ളം കണ്ടാൽ കൂട്ടുകാരുടെ ഒപ്പമാണെങ്കിൽ എടുത്ത് ചാടും അവർ, അല്ലേ? ആ രീതിയിലാണ് കുട്ടികൾ പോകുന്നത്. ഈ നീന്തൽ പഠിക്കുന്നത് ജീവൻ രക്ഷിക്കാനുള്ള നീന്തൽ പഠിക്കുന്നവരുണ്ട്, മത്സരങ്ങൾക്കായിട്ട് വലിയ വലിയ മത്സരങ്ങൾക്കൊക്കെ പോകുന്ന നീന്തൽ പഠിക്കുന്നവരുണ്ട്. ഈ രണ്ട് നീന്തലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ, അല്ലേ ഉമ്മ? ഇപ്പം നമ്മുടെ ഈ മുക്കത്ത് പഠിപ്പിക്കുന്നത് ജീവൻ രക്ഷിക്കാനുള്ള, അല്ലെ, സ്വയരക്ഷയ്ക്കുള്ള നീന്തലല്ലേ? ഇത് ചെറിയ മക്കളും കണ്ട് വലുതായി ഓലെ വരികയല്ലേ, ഒരു വയസ്സാകും തോറും ഇങ്ങനെ ഓല് പഠിച്ച് ഇതായി വരികയല്ലേ, പേടിയില്ലാതാക്കി എടുത്ത് വരികയാണല്ലോ നമ്മള്. ഓലെ നീന്തി വള്ളത്തിൽ ഏത് വള്ളത്തിലും ഓല് നീന്തിച്ചാണ്ട് വരിക. ഓള് വെള്ളം വന്നാ ഓളും ചാടും, ഓളെ അനിയന്മാരും ചാടും, എല്ലാവർക്കും ഇപ്പൊ ഉസാറായി അവിടെ. അതേമാതിരി മുഖ്യമന്ത്രിയുടെ കയ്ത്ത് കൊടുത്തീനി ഞങ്ങള് സ്വിമ്മിംഗ് പൂള് മക്കൾ ഒന്നും വിവരം കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു അല്ലേ? കത്ത് കൊടുത്ത് ആദ്യം കത്ത് കൊടുത്തു വരാൻ വേണ്ടിട്ട് പണിയാണ്ട്. ഈ അവിടെ മുക്കത്തെ ഈ പദ്ധതി നീന്തിവാ മക്കളെ പദ്ധതിയിലെ ഈ നീന്തൽ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നെ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ടോ? ഓ, ഇഷ്ടമാതിരി സംഘടിപ്പിച്ചാലുണ്ടോ. അതുപോലെ ഇതിലൊക്കെ പോകാനുണ്ട് കുട്ടികൾ. ഇവിടെ നെൽപൂർ ഇവിടെ ഒക്കെ കൊണ്ടുപോയി ഇവളെ. ആഹാ ഉമ്മ, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, കുഞ്ഞു ചെറിയ കുട്ടികളൊക്കെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അവർ നീന്തൽ പഠിക്കുന്നത്. ഒരു കുഞ്ഞിന് എത്ര വയസ്സ് തൊട്ട് നീന്തൽ പഠിക്കാൻ പറ്റും? ഓളെ 2 വയസ്സായപ്പോ ഒരു വയസ്സായപ്പോ ഞാൻ ഓളെ പോയേക്ക് ഇങ്ങനെ കൊണ്ടുപോകണ്ടായി. പിന്നെ ഓള് കന്ന് ചടിച്ച് കാലടിച്ചാണ്ടാണ് പിന്നെ ഓള് വെള്ളത്തിൽ കൂളിട്ടുകാണ്ട് അവിടെ പോയി കൊണ്ടും. അതേമാതിരി മരുന്ന് നീന്തും, കൂളിട്ട് നീന്തും, ചാടും. ഓള് എടുത്ത് ചാടും. നമ്മള് നിന്നുകാണ്ട് ചാടി മാറി ഡൈവ് ചെയ്യും. ഇതൊക്കെ എന്നെയാണോ പറയുന്നതെന്ന് നോക്കി ഒരാൾ ഇരിക്കുന്നു. എന്നെ കുറിച്ചാണോ ഈ പറയുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ റന ഫാത്തിമ. റന, അവിടെ മഴയുണ്ടോ? ഇല്ലേ? മഴ ഉണ്ടായിരുന്നോ? മഴ പെയ്തോ അവിടെ? ആണോ? മഴയത്ത് കുളിക്കാൻ പോവോ? തോട്ടില് പോവോ? പോവും. പേടിയില്ലേ? ഇല്ല. പേടി എന്താണെന്ന് പോലും അറിയത്തില്ല. വെള്ളത്തിനെ ഒന്നും ഒട്ടും പേടിയില്ല എന്നുള്ളതാണ്. ഞാൻ പി സുമോദ് MLA ഒരിക്കൽ കൂടി പോവുകയാണ്. MLA, നമ്മൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്ന കാര്യം പറഞ്ഞു. ഒപ്പം ഈ നീന്തൽ പഠിച്ചാൽ തന്നെയും വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ ഈ അടിയൊഴുക്കറിയാതെ നീന്തൽ അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രം ഈ യുവാക്കൾ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. പ്രത്യേകിച്ച് യൂത്ത്, യങ് ആയിട്ടുള്ള കുട്ടികൾ, ഈ +2 അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്നവർ, അവർ വിനോദസഞ്ചാരത്തിന് പോകുമ്പോൾ അവിടെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ സ്ഥിരം വായിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിൽ അതിനെ നമുക്ക് തടയിടാം എന്നൊക്കെയാണ് താങ്കൾ കരുതുന്നത്? അല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ മെയ് 22-ാം തീയതി പുലാപ്പറ്റയിൽ അഭയ്ദേവ്, അതോടൊപ്പം തന്നെ മേഘസ് എന്നീ 19ഉം 20ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാർ മുങ്ങി മരിച്ചു, കോറിയിൽ വീണ്. അപ്പോ മറ്റൊരാളെ രക്ഷിക്കുന്ന വേളയിൽ 2 പേരും മരണപ്പെട്ടത്. ഇത് ഏറി വരികയാണ്. ഇതിന് ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായ ബോധവൽക്കരണം നടത്തുക, ഇത്തരത്തിൽ ഒഴുക്കുള്ള ജലാശയങ്ങളിലോ മറ്റോ ഇറങ്ങരുത് എന്ന സ്വയം ബോധ്യത്തിലേക്ക് ആളുകളെ സിലബസ് ഉൾപ്പെടെ നേരത്തെ പ്രിയ സുഹൃത്ത് സാദിഖ് പറഞ്ഞതുപോലെ
അത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞ് സിലബസിൽ തന്നെ അത് പഠിപ്പിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൊതുവിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ ജനപ്രതിനിധി എന്ന രൂപത്തിൽ MLA എന്ന രൂപത്തിൽ ഞാൻ പ്രഷർ ചെയ്യും. ഇത് ഏറി വരുന്ന പ്രയാസമുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പലപ്പോഴും തീരാ കണ്ണീര് കുടുംബങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളും ഏറി വരുന്നുണ്ട്. ഞാനിപ്പം മെയ് 22 പാലക്കാട് ശ്രീകൃഷ്ണപുരം പുലാപ്പറ്റ ഭാഗത്തുണ്ടായ രണ്ട് പ്രയാസകരമായ ചെറുപ്പക്കാരുടെ മരണത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പോ അതിനെ മറികടക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ബോധവൽക്കരണം നടത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ നിലയിൽ ഇത്തരം ആഴമുള്ള അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ബോർഡുകൾ അതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ തന്നെ പരമാവധി ആ നിലയിൽ തന്നെ സ്ഥാപിക്കുക. പൊതുവിൽ താഴെ തലം മുതൽക്ക് തന്നെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ സിലബസിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുക ഒക്കെ ഇതുമായി ചെയ്യാൻ. മറ്റൊന്ന് MLA, ഗ്രാമപ്രദേശങ്ങളിൽ നമുക്കിങ്ങനെ കുറച്ച് ജലസമൃദ്ധമായിരിക്കും, അല്ലെങ്കിൽ കുളങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നഗരങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ചെലവ് കൂടുതലാണ്. പിന്നെ ഈ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു മാതൃകാപരമായ നടപടി എന്ന് പറയുന്നത് നിങ്ങൾ സൗജന്യമായാണ് വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ചെലവ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ? ആ ചെലവിനാണ് കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിക്കോ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ പദ്ധതിയുടെ ഭാഗമായി ആവശ്യമായ തുക മാറ്റിവെക്കാം. അത് ആ നിലയിൽ തന്നെ ഓരോ വർഷവും മാറ്റിവെച്ച് അത് ആ നിലയിൽ തന്നെ പരിശീലകന്മാർക്ക് ആവശ്യമായ പിന്നെ പൈസ, അതോടൊപ്പം തന്നെ മറ്റു പശ്ചാത്തല സുഖ, ചിലപ്പം 2 മാസം ഒരു നീന്തൽക്കുളം റെന്റിന് എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു 10,000, 40,000, 30,000 രൂപ കൊടുക്കേണ്ടി വരും. അത് ആ നിലയിൽ തന്നെ ആവശ്യമായ, അല്ലെങ്കിൽ വരുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിഫ്രഷ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനാവശ്യമായ തുക ത്രിതല സംവിധാനങ്ങൾക്ക്, കോർപ്പറേഷനുകൾക്ക്, നഗരസഭക്കൊക്കെ അവരുടെ ഓരോ വർഷവും നൽകുന്ന ബഡ്ജറ്റിന്റെ ഭാഗമായി അവർക്ക് മാറ്റിവെക്കാം. അത്തരം ഒരു സംസ്കാരം പൊതുവിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ എന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 വർഷമായി ചെയ്യുന്നത് എന്റെ മണ്ഡലത്തിലെ സുമനസ്സുകളിൽ നിന്നുള്ള സ്പോൺസർഷിപ്പ് സ്വീകരിച്ചുകൊണ്ടാണ്. അതായത് എന്റെ മണ്ഡലത്തിൽ ഇത് പരിശീലനം പിന്നെ കൊടുക്കുന്ന പരിശീലനക്ക് ആവശ്യമായ റെമ്യൂനേഷൻ കൊടുക്കുന്നത് ഞാൻ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിട്ടാണ്. അപ്പൊ അത് സ്വാഭാവികമായും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് അവരുടെ പദ്ധതിയുടെ ഭാഗമായി, പ്ലാന്റെ ഭാഗമായി പ്രത്യേകമായി തുക വിഹിതമായി മാറ്റിവെക്കാം. അപ്പൊ ആ നിലയിലേക്കുള്ള ഒരു ശ്രദ്ധ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും ഇത് ഞാൻ പറഞ്ഞല്ലോ, പുതിയ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് വെള്ളം എന്താണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് നീന്തൽ പരിശീലനത്തിന് അവിടെ പോവാറുണ്ട്. പരിശീലകൻ കുട്ടികളുടെ വെള്ളത്തിന്റെ പേടി മാറ്റാൻ ആവശ്യമായ കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. വെള്ളത്തെ എങ്ങനെ പേടി മാറ്റാം. അപ്പൊ ആദ്യം അവരോട് ഈ പറയുന്നത് വെള്ളത്തിൽ ഒരു 10-15 സെക്കൻഡ് മുഖം താഴ്ത്തി നിൽക്കാൻ വേണ്ടി പറയും. ബ്രീത്തിങ് എക്സർസൈസ് ഉൾപ്പെടെ വരെ പഠിപ്പിക്കും. ആ നിലയിൽ വളരെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ അവരോട് കാലിന്റെ അടി, കൈയിട്ടടി, അത്തരം കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടാണ് അവരെ വെള്ളത്തിന്റെ പേടി മാറ്റി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന രൂപത്തിലാണ് നീന്തൽ പഠിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകമായ സംവിധാനങ്ങളുണ്ട്. അതെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എക്സർസൈസുകളിൽ ഒന്ന് സ്വിമ്മിംഗ് ആണ്. അല്ലാണ്ട് നടത്തുമോ ഓട്ടമല്ല. നമ്മുടെ ശരീരത്തിലെ എല്ലാ പാർട്സും ഇളകും. ബ്ലഡ് സർക്കുലേഷൻ, ഇന്റേണൽ ഓർഗൻസിന്റെ വലിയ പിന്നെ പ്രവർത്തനം, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സർസൈസ് കൂടിയാണ് സ്വിമ്മിംഗ്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യം കൂടിയാണ്. ഞാൻ സാദിഖിലേക്ക് ഒരിക്കൽ കൂടി, സാദിഖ് നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഒരു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ചെലവ് എന്നുള്ളൊരു ഫാക്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് പല മാതാപിതാക്കളും ഈ നഗരപ്രദേശത്തുള്ള മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ നീന്തൽ ഇതുവരെ പഠിപ്പിക്കാനായിട്ട് മുതിർന്നിട്ടുണ്ടാവില്ല. സാദിഖ് എങ്ങനെയാണ് നിങ്ങളുടെ ചിലപ്പോൾ ഒരു മാതൃകയാവും, നിങ്ങളുടെ ഇത് കേൾക്കുമ്പോൾ സ്കൂളുകളാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ ഒരു പ്രദേശത്തെ കൂട്ടായ്മകളാണെങ്കിലും ഒക്കെ മുൻകൈ എടുക്കും. എങ്ങനെയാണ് നിങ്ങളിതിൽ പരിശീലകർക്കുള്ള പൈസ കൊടുക്കാനുള്ളത് കണ്ടെത്തുന്നത്, അവർക്കുള്ള ഫീസ് കണ്ടെത്തുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആദ്യം തന്നെ ഇതിന്റെ പ്രാധാന്യം നമ്മൾ പേരൻസിനെ അറിയിക്കലാണ് വലിയൊരു ഇമ്പോർട്ടന്റ്. ഞാൻ എന്റെ കുട്ടിക്ക് വേണ്ടി, ആ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി എനിക്ക് എത്ര രൂപ ചെലവാക്കാനും ഞാൻ തയ്യാറാണ്. അതിലൊന്ന് കുട്ടിയുടെ വിദ്യാഭ്യാസവും കുട്ടിക്ക് വേണ്ട ഭക്ഷണമാണ് ഞാൻ മുൻഗണന നൽകുക. അപ്പോ കുട്ടിയുടെ വിദ്യ പ്ലസ് ആക്ഷൻ ആണല്ലോ വിദ്യാഭ്യാസം. അപ്പൊ ആ ഒരു ആക്ഷൻ ഞാൻ വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. 2,
ഇപ്പോ ഈ റനമോളെ തന്നെ എടുത്താൽ ഒരുപാട് കോടിക്കണക്കിന് ലോകത്തെടുത്തു കോടിക്കണക്കിന് ആളുകളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ ഒരു ഗുരുവാണ്. പ്രായം ഒരു വിഷയമേ അല്ല. നമ്മുടെ റനമോൾ അവർക്കൊക്കെ ഗുരു തന്നെയാണ്. അവരുടെ താഴെ നീന്തൽ അറിയാത്തവർക്കൊക്കെ ഗുരുവാണ് റനമോള്. റനമോൾക്ക് അത് ഈ ഒരു ലെവലിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വന്നിരിക്കാൻ കാരണം തന്നെ ഞാനിത് ആദ്യം അവരുടെ മാതാപിതാക്കളോട് 1000 ഇഷ്ടങ്ങൾ അറിയിക്കണം. കാരണം ഒരുവിധം എല്ലാവരും അവരുടെ ഫോണുകളാണ് മക്കൾക്ക് വലിയ പ്രാധാന്യം. അവരുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവരുടെ വർക്കുകൾ മുന്നോട്ട് പോകാൻ, കുട്ടികളൊന്ന് റിലാക്സ് ആയിരിക്കാൻ ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടികൾക്ക് ഫോണാണ് കൊടുക്കുന്നത്. അപ്പൊ ഫോണിലും അതിൽ കാണുന്ന വീഡിയോയിലും ഒക്കെ കുട്ടികൾ പല രീതിയിൽ ആളുകൾ നീന്തുന്നുണ്ട്, ചാടുന്നുണ്ട്. കുട്ടികളൊക്കെ കാണുന്നത് വെള്ളം അങ്ങനെയാണ്, എടുത്തങ്ങ് പോയി ചാടുക ഒക്കെ. ബാക്കിയൊന്നും അവർ മുന്നോട്ടും ചിന്തിക്കുന്നില്ല. അപ്പൊ MLA പറഞ്ഞ പോലെ ഈ പാഠ്യപദ്ധതി ആക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഈ യാത്രകളൊക്കെ, ഇവരുടെ വിനോദയാത്രകളൊക്കെ വരാറുണ്ടല്ലോ എല്ലാ വർഷവും. അപ്പൊ അതൊക്കെ ഈ പുഴയും വെള്ളത്തിനോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഓരോ പാർട്ട് വഴി ആദ്യം സാർ പറഞ്ഞ പോലെ തന്നെ മുഖം മുക്കിയിട്ടും അവരതിലേക്ക് ഇറക്കിയിട്ടും അതിനോടുള്ള ഭയമാണ്. ചെറിയ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഒന്നിനോടൊരു ഭയമില്ല. അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് ഇത് നേടിയെടുക്കാൻ പറ്റാത്തതും അവരുടെ ഭയമാണ്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാനീ പറയുന്നതിന് ആകെ തുക എന്താ വെച്ചാല് അവരിലുള്ള ഒരു ഭയത്തെ ഇല്ലായ്മ ചെയ്താൽ നമുക്ക് എന്തും നേടാം. പിന്നെ ഈ പരിശീലകർക്കുള്ള മേഡം ചോദിച്ചല്ലോ, പരിശീലകർക്കുള്ള ഒരു സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന്. അവിടെ ഞാൻ പറഞ്ഞത് എന്റെ കുട്ടിയുടെ ഭയം അത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സമ്പത്തിനൊരു വാല്യൂ കൊടുക്കാത്ത ആളാണ്. എന്നെ പോലെ ആയിരിക്കും ബാക്കിയുള്ള രക്ഷിതാക്കളും എന്നാണ്. അപ്പൊ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വിഷയങ്ങൾ എത്തിക്കേണ്ട രീതിയിൽ ഇതുപോലെ തന്നെ മീഡിയ ചർച്ചകളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് വരുത്തുകയാണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നടത്തുന്ന അലർച്ച ഇംഗ്ലീഷ് സ്കൂളിൽ നമ്മൾ ചെയ്യുന്നത് ഈ വർഷം മുതലാണ് നമ്മൾ ഇതൊരു പാഠ്യപദ്ധതി ആക്കാൻ പോകുന്നത്. അവിടുത്തെ രക്ഷിതാക്കളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ അവരോട് ഈ വിഷയം സംസാരിക്കുകയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് അവരോട് പറയാൻ പോകുന്ന വിഷയം ഇതാണ്. 1ാമത്തെ മരണകാരണം ആക്സിഡന്റും 2ാമത്തെ മരണകാരണം തീർച്ചയായും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മൾ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്കളുടെ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. ഒപ്പം PP സുമോദ് MLA, താങ്കൾക്കും താങ്കളുടെ സ്വിം തരൂർ പദ്ധതിയും ഗംഭീരമായി തന്നെ മുന്നോട്ട് പോയിട്ട് ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ. ഒപ്പം റംല ഉമ്മ, റന ഫാത്തിമ, 2 പേർക്കും താങ്ക് യു. മോളെ നന്നായിട്ട് നീന്തൽ പഠിക്കൂ, നീന്തലിൽ ഉയരങ്ങളിൽ എത്തട്ടെ കേട്ടോ. ഉമ്മ ഒരുപാട് പേർക്ക് നീന്തൽ പറഞ്ഞു കൊടുക്കൂ. എല്ലാ അതിഥികൾക്കും നന്ദി. താങ്ക് യു. കടുപ്പം കുറച്ചിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.